നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തക്കാളിയുടെ വിലക്കയറ്റമാണ്. നാട് മുഴുവൻ ചർച്ചയാണിതിപ്പോൾ. ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഈ വിലപ്പെട്ട സമ്മാനം കൈമാറുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ തക്കാളി പാക്കറ്റാണോ എന്നൊരു സംശയമുണ്ട്. ദുബായിലെ താമസക്കാരിയായ ഇന്ത്യൻ യുവതി മക്കളുടെ വേനലവധിക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കൊണ്ടുവന്നത് 10 കിലോ തക്കാളിയാണ്. യുവതിയുടെ സഹോദരി ഈ സംഭവം ട്വിറ്ററിൽ കുറിച്ചതോടെ തക്കാളി കഥ വാർത്തകളിൽ നിറഞ്ഞു. ദുബായിൽ നിന്ന് വരുമ്പോൾ എന്തു കൊണ്ടുവരണം? തക്കാളി ആവശ്യപ്പെട്ട അമ്മയ്ക്കായി 10 കിലോ സൂട്ട് കേസിലാക്കി ഇന്ത്യക്കാരി കൊണ്ടുവന്നു. തക്കാളി കൊണ്ടുപോയത് ദുബായിലെ താമസക്കാരിയായ ഇന്ത്യൻ യുവതിയാണ്. ട്വിറ്ററിൽ പ്രവാസി യുവതിയുടെ സഹോദരിയുടെ കുറിപ്പ് വൈറലായി. ഈ വർഷം ആദ്യം ഫിലിപ്പൈൻസുകാർ UAE-യിൽ നിന്ന് ഉള്ളി കൊണ്ടുപോയിരുന്നു. ഫിലിപ്പൈൻസിലെ ഉള്ളിവില വിമാനം പോലെ കുതിച്ചുയർന്നപ്പോൾ UAE-യിലെ ഫിലിപ്പിനോകൾ നാട്ടിലേക്ക് വിമാനത്തിൽ പോകുമ്പോൾ ഉള്ളി കൊണ്ടുപോയത് വാർത്തയായത് ഈ വർഷത്തിൻ്റെ തുടക്കത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യക്കാർ സമ്മാനമായി തക്കാളി കൊണ്ടുവരാൻ തുടങ്ങിയ വാർത്തയാണ് പുറത്തു വരുന്നത്. ദുബായിലെ താമസക്കാരിയായ ഇന്ത്യൻ യുവതി മക്കളുടെ വേനലവധിക്ക് ഇന്ത്യയിലേക്ക് വന്നപ്പോഴാണ് 10 കിലോ തക്കാളിയുമായിട്ടെത്തിയത്. യുവതിയുടെ സഹോദരിയാണ് ഈ സംഭവം ട്വിറ്ററിൽ കുറിച്ചത്. കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും കിലോയ്ക്ക് 300-350 രൂപ വരെ ഇന്ത്യയിൽ വില ഉയർന്നിരുന്നതിനാൽ ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുവരുന്നതിന് പകരം തക്കാളിയാണ് ലാഭകരമെന്ന് ചിന്തിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ലെന്നാണ് ആളുകൾ പറയുന്നത്. എൻ്റെ സഹോദരി മക്കളുടെ വേനലവധിക്ക് ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. ദുബായിൽ നിന്ന് എന്തെങ്കിലും വേണോ എന്ന് അവൾ എൻ്റെ അമ്മയോട് ചോദിച്ചു. 10 കിലോ തക്കാളി കൊണ്ടുവരൂ എന്ന് അമ്മ പറഞ്ഞു. അതിനാൽ ഇപ്പോൾ അവൾ 10 കിലോ തക്കാളി ബോക്സുകളിലാക്കി ഒരു സൂട്ട് കേസിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്നു. ഇതാണ് ട്വിറ്ററിലെ പ്രവാസി യുവതിയുടെ സഹോദരിയുടെ കുറിപ്പ്. രസകരമായ ഈ സംഭവം സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ അത് വൈറലാവുകയും ചെയ്തു. ഇതോടെ പലരും കസ്റ്റംസ് നിയമങ്ങൾ, പാക്കിംഗ് രീതികൾ, ഉപയോഗം എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും തുടങ്ങി. ട്വിറ്ററിലെ ഇത് ഏതാണ്ട് 1 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളിലും ഇതിപ്പോൾ വാർത്തയായി. ഇന്ത്യയിലെ പരമ്പരാഗത പാചക രീതികളിൽ, പ്രത്യേകിച്ച് കറികളിൽ വ്യാപകമായി തക്കാളി ഉപയോഗിക്കുന്നതായും തക്കാളി ഇന്ത്യൻ വീടുകളിലെ പ്രധാന ഭക്ഷണമാണെന്നും മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ശക്തമായിട്ട് വാർത്ത നൽകിക്കൊണ്ടിരിക്കുകയാണ്. വില വർദ്ധിച്ചതോടെ അമ്മ കറികളിൽ തക്കാളിക്ക് പകരം തക്കാളി പേസ്റ്റാണ് ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോൾ മഹാരാഷ്ട്രയിലുള്ള മറ്റൊരു ദുബായ് നിവാസി മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്തയിൽ പറയുന്നുണ്ട്. ഗൾഫ് നാടുകളിൽ നിന്ന് തക്കാളി അധികമായി നാട്ടിൽ കൊണ്ടുപോകുന്നത് നിയമപരമാണോ എന്ന സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. നിബന്ധനകൾക്ക് വിധേയമാണെങ്കിലും വ്യവസ്ഥകൾ കൃത്യമായി നിർവചിക്കാത്തതിനാൽ പ്രശ്നമില്ലെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സസ്യങ്ങളും അവയുടെ ഉൽപ്പന്നങ്ങളും പഴങ്ങളും വിത്തുകളും പോലെ നിയന്ത്രിത ചരക്കുകളായി തരംതിരിക്കുകയും ചില നിബന്ധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് UAE-യിലെ ഇന്ത്യൻ എംബസി നേരത്തെ പുറപ്പെടുവിച്ച ഒരു മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ഇന്ത്യയിൽ തക്കാളിയുടെ വില വർദ്ധിച്ചാലും നമ്മൾ ഭയപ്പെടേണ്ട. ഗൾഫ് നാടുകളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ ഒക്കെ വരുമ്പോൾ അവർ ആവശ്യത്തിനനുസരിച്ച് തക്കാളി കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.